നമസ്കാരം, വെൽക്കം ടു SBC പ്രൈവറ്റ് ലിമിറ്റഡ് കേരള. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ അതിമനോഹരമായൊരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോഴഞ്ചേരി കടമനിട്ട റൂട്ടിൽ കോഴഞ്ചേരിയിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാറി വലിയകുളം ജംഗ്ഷന് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 16 സെന്റിൽ 2750 സ്ക്വയർ ഫീറ്റ് വരുന്ന അതിമനോഹരമായ വീടിന്റെ കാഴ്ചകൾ കാണാം. അതിലേക്കുള്ള വഴി, അതുപോലെ തന്നെ വീടിന്റെ അകത്തും പുറത്തുമുള്ള കാഴ്ചകളും കാണാം. ഈ 2750 സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായ വീടിൻ്റെ പ്രത്യേകതകൾ സജി സാറിനോട് നേരിട്ട് ചോദിച്ചറിയാം. ഇനി പറഞ്ഞോളൂ. വീടിന്റെ പ്രത്യേകത നമ്മൾ ആ പഠിപ്പുര തൊട്ട് ഞാൻ തുടങ്ങാം. പഠിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നെയിം ബോർഡ് വെക്കാനുള്ള സ്പെഷ്യൽ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പില്ലറാണ് മെയിനായിട്ട് എടുത്ത് വരേണ്ടത്. ഈ ഒരു 8 പില്ലർ, ഈ കാണുന്ന പില്ലേഴ്സ് ഇങ്ങനെ അവിടെ വരെ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ കോർട്ട്യാർഡ്, ഓപ്പൺ കോർട്ട്യാർഡാണ്. റെയിൻ വാട്ടർ ഡയറക്റ്റ് ഇതിലോട്ട് വന്ന് പോവും. നമ്മളതിന് ഡ്രെയിനേജ് വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഈ ക്ലാഡിങ് ആണ് മെയിനായിട്ട് ഈ അട്രാക്ഷൻ, സിറ്റ് ഔട്ടിൻ്റെ ഈ ക്ലാഡിങ്. പിന്നെ ഈ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസിൻ്റെ സ്ക്വയർ വർക്കാണ്. തേക്കിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്ന ഗ്ലാസിൻ്റെ സ്ക്വയർ വർക്ക്. എന്നാൽ അകത്തോട്ട് കയറിയാലോ. പിന്നെ നമുക്ക് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ് പില്ലർ, ഇത് സോളിഡ് പില്ലറാണ്, 3 എണ്ണം. നമ്മൾ അകത്തുനിന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന്. ഓക്കെ, ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ കർട്ടൻ ആണെങ്കിലും ഫർണിഷിംഗ് ആണെങ്കിലും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഈ പാർട്ടീഷനാണ്. ഈ പാർട്ടീഷൻ ഒരു യുണീക്ക് മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു TV സ്പേസ് ഉണ്ട്. 42 ഇഞ്ചിൻ്റെ TV സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു TV വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഒരു TV നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടീഷനാണ്. ഇത് ഫുള്ള് തേക്കിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു തീം കിട്ടാൻ വേണ്ടി പോളി PU പെയിൻ്റ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഓട്ടോമോട്ടീവ് പെയിൻറ്റ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ഈ കാണുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് സ്റ്റെയർ വർക്കാണ്. ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ വർക്ക് തന്നെ ഒരു യൂണീക്ക് മോഡലാണ്. അതായത് വെർട്ടിക്കലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കാണ് അതിൽ നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സ്റ്റോറേജ്, കംപ്ലീറ്റ് സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ് സ്റ്റോറേജിനായിട്ട്. ഇതെല്ലാം സ്റ്റോറേജാണ്. ഇതും നമ്മുടെ കിച്ചൻ്റെ ഒരു പാർട്ടീഷനായിട്ട് വരുന്ന ഏരിയ ആണ്. ഇത് നമ്മൾ തേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഓപ്പൺ കൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ലിവിങ് കം ഡൈനിങ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഐലൻഡ് കിച്ചൺ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതൊരു നമ്മുടെ ചെറിയൊരു ഡൈനിങ് സെറ്റപ്പ്. ചെറുതാണെങ്കിലും വളരെ മനോഹരമായൊരു ഏരിയ ആണ് ഇവിടം. ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഇത് ഒരു ബാർ ചെയർ കം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണിത്. ഇതിൻ്റെ നാനോ വൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് തായ്ലൻഡ് മെയ്ഡ് റെഫ്രിജറേറ്ററാണ്. 450 ഹിറ്റാച്ചിയുടെ 456 ലിറ്റർ മോഡൽ ഫ്രീസർ. ഇത് വന്നിരിക്കുന്ന ഒരു സൈഡായിട്ട് വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് ഫേബറിൻ്റെ ആണ് ഹുഡും ഹോബും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ടോപ്പ് നമ്മൾ പ്രത്യേകം കമ്പനിയിൽ നിന്ന് വരുത്തി. ഇതാണ് ഈ വൈറ്റ് മോഡൽ. ഇതിൻ്റെ എക്സോസ്റ്റ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പുകയോ മറ്റ് സ്മെല്ലോ ഒന്നും ഇതിനകത്ത് നിൽക്കാറില്ല.
ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് സി ഷേപ്പിൽ ഫുൾ സ്റ്റോറേജ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഈ സൈഡ് പിന്നെ കുക്ക് ചെയ്യുന്നതിനൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാം അക്സസിബിൾ ആണ്. ഇവിടെ ഇതൊരു സ്റ്റോറേജ് ആണ്. ഈ കിച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ഇതാണ്. എനിക്കിവിടെ കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം എൻ്റെ ചുറ്റും തന്നെയുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്താൽ എനിക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. ഇതെന്താണ് സാർ? ഇത് കൊള്ളാലോ. ഇത് ഞങ്ങളുടെ സ്മോൾ ഫാമിലിയാണ്. ഞാൻ, വൈഫ്, മകൾ, 3 പേര്. ഓക്കെ, നിങ്ങൾ ചെറിയ സൗന്ദര്യ ഗുണമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് മാറ്റി വെക്കും. ഇങ്ങനെ മാറിയിരിക്കും. പിന്നെ ജോയിന്റ് ആകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വരെ ഇങ്ങനെ ചേർത്ത് വെക്കും. ചെറിയൊരു കൺസെപ്റ്റ്. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ ആണ്. ഇത് സ്ലൈഡിംഗ് ഡോറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് തേക്കിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് വിത്ത് ഗ്ലാസ് വിൻഡോസ്. ഇവിടെ നമ്മളൊരു സ്റ്റൗവിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിഷ് ഫ്രൈ, അങ്ങനെ കൂടുതൽ സ്മെല്ല് വരുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ 2 കിച്ചൺ യൂസ് ചെയ്യുന്നത്. സ്റ്റോറേജ് ഇവിടെ എല്ലാം സ്റ്റോറേജ് തന്നെയാണ്. എല്ലാം സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇവിടെ പ്രത്യേകത, ഇപ്പം ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സിലിണ്ടർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടി. ഔട്ട് സൈഡിൽ നിന്നാണ് അതിന്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മളുടെ വിറകടുപ്പാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് വിറകടുപ്പായിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ ക്രോക്കറി ഷെൽഫാണ്. അവിടെയും നമ്മൾ ആ ഒരു തീം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു റെഡ്. കിച്ചൻ്റെ ഒരു റെഡിന് വേണ്ടി ഒരു ട്രേ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾക്ക് വാഷ് ഏരിയ ആണ്. അവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ടൈല് പോലും നമ്മളത് ഒരു യൂണിക് ഡിസൈൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ടൈലാണ്. നമ്മൾക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടി ഈ ഒരു ടൈല്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിൾ ടോപ്പ് കൗണ്ടർ ആണ്, വാഷ് കൗണ്ടർ. ഇത് നാനോ വൈറ്റ്. ഇത് നമ്മുടെ കോമൺ വാഷ്റൂമാണ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറിന്റെ ആണ് ഐറ്റംസ് ഒക്കെ. അതുപോലെ മിക്സഡ് ടാപ്പ് ജാഗ്വാറിന്റെ ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടൈൽ വർക്ക് ആണെങ്കിലും അപ് ടു ദ ലെവൽ. ഇവിടെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബാത്റൂം ഉൾപ്പെടെ എല്ലാം. റെയിൻ ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 3 ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 2 എണ്ണം. 3 അറ്റാച്ച്ഡ് ആണ്. ഈ ഡോറും തേക്കിന്റെ തന്നെയാണ്. നമ്മളത് ആഗ്രഹം ഉണ്ടായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണമെന്ന്, പക്ഷേ പിന്നീട് അതങ്ങനെ വേണ്ടാന്ന് വെച്ചു. ബെഡ് സ്പേസ് ആണ്. അതെ, ഇത് നമ്മുടെ ഡ്രസ്സിംഗ് റൂമാണ്. ഇതിനോട് ചേർന്നുള്ള വാഷ്റൂമിനോട് ചേർന്നുള്ള ഡ്രസ്സിംഗ് റൂമാണ്. ഇവിടെയും എല്ലാം ജാഗ്വാർ ആണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സിറ്റിങ്സ് കംപ്ലീറ്റ്, റെയിൻ ഷവർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോവാം.
ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രൂ ചെയ്തിട്ട്. ഈ സ്റ്റെപ്പ് ആണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്, ഗ്രിപ്പുള്ള ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ലപ്പോട്ട എന്ന് പറയും. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് ആണ്. ഇവിടെ നമ്മൾ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ CCTV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, വിത്ത് മോണിറ്റർ. ഇത് നമ്മുടെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമാണ്. താഴെ പറഞ്ഞ പോലെ തന്നെ ഇതും തേക്ക് ചെയ്തിരിക്കുന്നതാണ് ഡോറ്. ഇതൊരു ബുക്ക് ഷെൽഫാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് A, അതാണിത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ വാഷ്റൂമാണ്, ഇതിനോട് അറ്റാച്ച്ഡ് വാഷ്റൂം. ഇതെല്ലാം സ്റ്റോറേജ് ആണ്, കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും സ്റ്റോറേജ് ആണ്. ഡ്രസ്സിംഗ് ടേബിൾ. നമ്മുടെ ടോയ്ലറ്റ്. മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇതിന്റെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്ലൈഡിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, സ്പേസിന്റെ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി. ഇത് ഡ്രസ്സിംഗ് ഏരിയ ആണ് നമ്മുടെ. ഇതിന്റെ സ്റ്റോറേജ്, മിറർ. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ഏരിയ ആണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു ചെറിയൊരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഥയൊക്കെ പറയും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഒരു ദൈവീയ സാന്നിധ്യമുണ്ട്. നമ്മുടെ പള്ളി അടുത്ത് തന്നെയാണ്. കുർബാന അവിടുത്തെ എല്ലാം നമ്മൾക്ക് ലൈവായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നു. ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പള്ളി എന്ന് പറയുന്നത്, ഈ കാണുന്നത്. സെന്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച്. ഇത് നമ്മുടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇങ്ങോട്ടുള്ള, അതിന്റെ പാസേജ് ആണിത്. ഇത് പിന്നെ നമ്മളിവിടെ ഒരു വെർട്ടിക്കൽ പർഗോള ചെയ്തിട്ടുണ്ട്. അത് ഗ്ലാസ് കൊണ്ട് ഡോർ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിടാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിടാം. ഇത് നമ്മൾ നേരത്തെ താഴെ കണ്ട കോർട്ട്യാർഡാണ്. ഇത് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഒരു കബോർഡ്, ടേബിള്.
ഇത് നമ്മുടെ ടെറസാണ്. ഇങ്ങനെ ഇത് നമ്മൾ ഫ്ലാറ്റ് റൂഫിലാണ് ബിൽഡിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ട്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കയറാനുള്ള സ്റ്റെയർ ആണിത്. നമുക്ക് പിടിച്ച് കയറാം, ക്ലീൻ ചെയ്യാനും അവിടെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നമ്മൾ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ കാണുന്ന ആ ഡോർ പോലത്തെ, അവിടെയാണ് നമ്മുടെ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. ആ കാണുന്ന ഏരിയ അത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഈ കാണുന്നത് കോഴഞ്ചേരി കടമനിട്ട റോഡിൽ വലിയകുളം ജംഗ്ഷനാണ്. വലിയകുളം ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ തന്നെ കടമനിട്ട റോഡിലോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ നമ്മൾ ഈ കാണുന്ന കുരിശടി, ഈ വഴി പോകുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കുരിശടിയാണ്. ഇതിൻ്റെ പ്രത്യേകത തന്നെ മാതാവിൻ്റെ ഈ സ്റ്റാച്യു ആണ്. നമുക്ക് പോകേണ്ടത് ഈ പള്ളിയോട് ചേർന്നുള്ള, പള്ളിയുടെ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന്, അതായത് ഈ കാറ് വരുന്ന വഴിയല്ല, നേരെ കാണുന്ന വഴി അകത്തേക്കാണ്. വെറും 50 മീറ്റർ മാത്രം ദൂരത്തിലാണ്. 16 സെൻറ്റ് വസ്തു, അതിലെ 2750 സ്ക്വയർ ഫീറ്റ് 3 BHK വീടും. നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ഇവിടെ വഴി വലത്തേക്ക് ഒരു വഴിയുണ്ട്. പള്ളിയുടെ ഓഡിറ്റോറിയത്തിന് ചേർന്നുള്ള വഴിയാണ്. നമുക്ക് ഇവിടുന്ന് രണ്ടാമത്തെ വീടാണ്. നമ്മൾ ഈ കാണുന്നതാണ് വീട്. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള വീടാണ്. ഫുൾ ഫർണിഷ്ഡ് ആണ്. വാങ്ങുന്ന ഒരാൾക്ക് നേരെ വീട് പർച്ചേസ് ചെയ്യുക, വന്ന് താമസിക്കുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തവും ചുടുകട്ടയിലാണ്.